കിരീട പ്രതീക്ഷയോടെ ഈ ലോകകപ്പിലെത്തിയ പാകിസ്ഥാൻ ആദ്യ റൗണ്ട് കടക്കാതെ പുറത്തായത് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയോടും ഇന്ത്യയോടുമേറ്റ പരാജയമാണ് പാകിസ്ഥാൻ ആദ്യമേ പുറത്തേക്കുള്ള വഴി തുറന്നത്. സൂപ്പർ 8-ൽ ഇന്ത്യ കടന്നെങ്കിലും ബാറ്റർമാരുടെ പ്രകടനത്തിൽ ആരാധകർ നിരാശരാണ്. ഈ ലോകകപ്പിൻ്റെ താരമാകുമെന്ന് കരുതിയ വിരാട് കോഹ്ലി തികച്ചും നിരാശപ്പെടുത്തിയത് അപ്രതീക്ഷിതമായിരുന്നു. ആദ്യ 3 മത്സരങ്ങളിൽ നിന്നും വെറും 5 റൺസ് മാത്രമാണ് കോഹ്ലി നേടിയത്. അതിൽ അമേരിക്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ ഗോൾഡൻ ഡക്കായി പുറത്താകുകയും ചെയ്തു. എന്നാൽ T20-യിൽ കോഹ്ലിയെ പ്രശംസിക്കുന്ന അനാവശ്യമാണെന്നും കോഹ്ലിയേക്കാൾ മികച്ച T20 താരം തൻ്റെ സഹോദരൻ ഉമർ അക്മലാണെന്നുള്ള അഭിപ്രായമായി എത്തിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ കമ്രാൻ അക്മൽ. പാകിസ്ഥാൻ ന്യൂസ് ചാനലിനോട് സംസാരിക്കുകയാണ് കമ്രാൻ ഇപ്രകാരം പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് എനിക്ക് ഉമറിനെ പറ്റിയുള്ള കണക്കുകൾ കിട്ടിയത്. വിരാട് കോഹ്ലിയേക്കാൾ മികച്ച കണക്കുകളാണ് T20 വേൾഡ് കപ്പിൽ ഉമറിനുള്ളത്. പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോഹ്ലിയോട് അടുത്തെത്താൻ ഉമറിന് കഴിയില്ലായിരിക്കാം. എന്നാൽ T20 ലോകകപ്പിൽ കോഹ്ലിയേക്കാളും ഉയർന്ന സ്ട്രൈക്ക് റേറ്റും ഹയസ്റ്റ് സ്കോറും ഉമറിന് തന്നെയാണ്. ഞങ്ങൾക്ക് PR കമ്പനികളില്ല. ഞങ്ങളുടെ സ്റ്റാറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാറുമില്ല. ഇങ്ങനെയാണ് കമ്രാൻ കോഹ്ലിയെയും ഉമറിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയത്. T20 വേൾഡ് കപ്പിലെ കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് 130.52 ഉമറിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 132.43. കോഹ്ലിയുടെ ഹയസ്റ്റ് സ്കോർ 89 ആകുമ്പോൾ ഉമറിൻ്റെ ഹയസ്റ്റ് സ്കോർ 94. 2024 വേൾഡ് കപ്പിലൊഴികെ ബാക്കി എല്ലാ T20 വേൾഡ് കപ്പിലും കോഹ്ലി പാകിസ്ഥാനെതിരെ മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്നാൽ T20 വേൾഡ് കപ്പിൽ 20 മത്സരങ്ങൾ കളിച്ച ഉമർ നേടിയത് 486 റൺസാണ്. 3 50യും അതിലുൾപ്പെടും. ആവറേജ് 34.71. 3 തവണ ഉമർ 0-ന് പുറത്തായിട്ടുണ്ട്. 30 മത്സരങ്ങൾ T20 വേൾഡ് കപ്പിൽ കളിച്ച കോഹ്ലി നേടിയത് 1146 റൺസാണ്. 67.41 ആവറേജ്. 14 തവണ 50യും അടിച്ചിട്ടുണ്ട്. 1 തവണ മാത്രമാണ് കോഹ്ലി 0-ന് പുറത്തായത്. വിരാട് കോഹ്ലിയുടെ 7 അയലത്ത് പോലും വരാൻ സാധിക്കാത്ത ഉമറിനെപ്പറ്റി സഹോദരൻ കമ്രാൻ നടത്തിയ താരതമ്യത്തിന് വലിയ രീതിയിലുള്ള പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.